സിജോ സാർ നമസ്കാരം. നമസ്കാരം. സാർ, നമ്മുടെ ഇന്ത്യയിൽ നരേന്ദ്രമോദി അധികാരത്തിൽ വന്നപ്പോൾ മാവോയിസ്റ്റുകളുടെയും നക്സലേറ്റുകളുടെയും അതിഭീകരമായിട്ടുള്ള ശല്യം ഈ നോർത്ത് ഈസ്റ്റ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പൊ നമ്മൾ അത് ഉം. വളരെ വലിയ രീതിയിൽ കൈകാര്യം ചെയ്തു, എല്ലാവരെയും അടിച്ചൊതുക്കി. ഒരു ഘട്ടത്തിൽ മ്യാൻമറിൽ ഇത്ര കിലോമീറ്റർ അകത്ത് കയറിപ്പോലും ഇന്ത്യൻ സൈന്യം ആക്രമിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. നമ്മളെ ഉം. കേരളത്തിലായിരുന്നാലും ഈ നക്സൽ എന്ന് പറഞ്ഞ് പിടിക്കുന്ന ആൾക്കാരെ UAPA ചുമത്തുക, അല്ലെങ്കിൽ അവരെ വെടിവെച്ച് കൊല്ലുക എന്നിങ്ങനെയുള്ള നയങ്ങളൊക്കെയാണ് നമ്മുടെ സർക്കാർ അടക്കം സ്വീകരിച്ചത്. യഥാർത്ഥത്തിൽ ഈ നക്സലുകളെക്കാട്ടിലും നമ്മൾ ഭയപ്പെടേണ്ട ഒരു വിഭാഗമില്ലേ, ഈ അർബൻ നക്സലുകൾ എന്ന് പറയുന്നത്. ഈ അർബൻ അതെ, നക്സലുകൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ ചുറ്റും ജീവിക്കുന്ന ആൾക്കാരാണ്. ഈ നക്സൽ എന്ന് പറഞ്ഞാലാണ് കുഴപ്പമുള്ളത്, മാവോയിസ്റ്റ് എന്ന് പറഞ്ഞാലാണ് കുഴപ്പമുള്ളത്. പക്ഷെ ഈ അർബൻ നക്സൽ എന്ന് പറയുന്ന ആൾക്കാർ ഈ സോഷ്യൽ ആക്ടിവിസ്റ്റുകളുടെ മേലങ്കി അണിഞ്ഞുകൊണ്ട് ഈ നക്സലേറ്റും പിന്നെ രാജ്യത്തിനെ തകർക്കാനുള്ള വിഘടനവാദങ്ങൾ, പിന്നെ രാജ്യത്തിന് ദോഷം വരുന്ന പല കാര്യങ്ങളും സമൂഹത്തിൽ ഇൻജക്ട് ചെയ്യുന്ന ഒരു ടീമാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതൊരു നക്സലേറ്റ് ഐഡിയോളജിയുമായി അവർ ചേർന്ന് നിൽക്കുന്നെങ്കിൽ പോലും നമുക്ക് അവരെ എന്താണ് അതിന്റെ മുകളിൽ ഒരു ഷുഗർ കോട്ട് ചെയ്തതുപോലെ ഒരു മേലങ്കി അണിഞ്ഞിരിക്കുന്നത് കൊണ്ട് നമുക്ക് പെട്ടെന്ന് അവരെ തിരിച്ചറിയാൻ സാധിക്കില്ല. ഇവർ നമ്മുടെ എല്ലാ മേഖലകളിലും ഉണ്ട്. പ്രത്യേകിച്ച് കലാ സാംസ്കാരിക വിദ്യാഭ്യാസ മേഖലകളിലാണ് ഇവരുടെ പ്രവർത്തനം കൂടുതലായിട്ട് നമ്മൾ കാണുന്നത്. അപ്പോൾ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി വന്നപ്പോൾ എന്താണ് ഇവരെ ഒതുക്കാനായിട്ട് എടുത്ത ഒരു നടപടികൾ എന്ന് എനിക്ക് അറിയണമെന്ന് ആഗ്രഹമുണ്ട്. ഇപ്പൊ ഈ ഒമർ ഖാലിദ് എന്ന് പറയുന്ന കശ്മീരി ഭീകരവാദി പോലും ഈ അർബൻ നക്സലാണ്, അവനിപ്പോ ജയിലിൽ കിടക്കുകയാണ് എന്നാണ് മനസ്സിലാക്കാനായിട്ട് സാധിച്ചത്. അതുപോലെ നമ്മുടെ സ്റ്റാൻ, പുള്ളിക്കാരന്റെ പേര് സ്റ്റാൻ സ്വാമി, അങ്ങനെയുള്ള ഒരു പള്ളിയിൽ വെച്ചിട്ടുണ്ടായിരുന്നു. പുള്ളിക്കാരൻ ജയിലിൽ കിടന്ന് പുള്ളി ഒരു അർബൻ നക്സലായിരുന്നു. അപ്പൊ ഇവരൊക്കെ ജയിലിൽ കിടക്കുമ്പോഴുള്ള വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇവർക്കൊക്കെ വേണ്ടി അതിഭീകരമായിട്ട് വാദിക്കാനും പുറത്ത് ആൾക്കാരുണ്ടാകും എന്നുള്ളതാണ്. അപ്പൊ എന്റെ ചോദ്യം എന്താണ് ഈ അർബൻ നക്സലുകളെ ഒതുക്കാനായിട്ട് ഈ 15 വർഷം എന്ന് പറഞ്ഞാൽ ഇപ്പൊ 15ാമത്തെ വർഷത്തിലോട്ട് കടക്കുകയാണ്, ഇത്രയും നാൾ കൊണ്ട് ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി എടുത്ത നടപടികൾ, അങ്ങനെ എന്തെങ്കിലും എടുത്തിട്ടുണ്ടെങ്കിൽ അദ്ദേഹം. ഇതില് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം വെച്ചാല് ഈ നക്സലിസം ഇന്ത്യയിൽ വ്യാപകമായിരുന്നു. അപ്പം നമ്മൾ നക്സൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കാണുന്നത് തോക്കുമായിട്ട് നടക്കുന്ന അല്ലെങ്കിൽ ഇവരെ ലഘുലേഖകളായിട്ട് നടക്കുന്ന കുറെ തെറ്റിദ്ധരിക്കപ്പെട്ട പാവപ്പെട്ട ആൾക്കാർ. അതായത് ലോകത്തെങ്ങും ഇതാ സമത്വം കൊണ്ടുവരും, അല്ലെങ്കിൽ ലോകത്തെങ്ങും ഒരു കമ്മ്യൂണിസ്റ്റ് മനോഭാവം വരും എന്നൊക്കെ പറഞ്ഞിട്ട് അവര് ഈ നടക്കുകയാണ്. അവർ ശരിക്കും പറഞ്ഞാൽ അതിലൊരു രാജ്യത്തിനെതിരെ തിരിച്ചുവിടുന്നതാണ്. അല്ലാതെ പ്രത്യേകിച്ച് അവരുടെ ഉം, ലൈഫ് കൊണ്ട് ആ പാവം പിടിച്ച് അവർക്കോ അവരുടെ കുടുംബത്തിനോ അവരുടെ ആ സമൂഹത്തിനോ ഒന്നും കാര്യമായിട്ട് ഒരു ഗുണവും ഇല്ല. അപ്പം ഈ അർബൻ നക്സലിസം ആണ് ശരിക്കും ഇവരെ ഇതിലോട്ടൊക്കെ റൂട്ട് ചെയ്യുന്നത്. അതായത് എന്നാ അതിൽ അധ്യാപകരുണ്ട്, പിന്നെ അതേപോലെ തന്നെ വക്കീലുമാരുണ്ട്, സയന്റിസ്റ്റുകളുണ്ട്, അല്ലെങ്കിൽ രാഷ്ട്രീയക്കാരുണ്ട്, അങ്ങനെ ഉം, പലരും ഉണ്ട്. അപ്പം ഈ പറയുന്ന ഈ സാധാരണ പാവപ്പെട്ട അല്ലെങ്കിൽ നമ്മൾ ഈ ഇന്ത്യ ഗവൺമെന്റ് ഒക്കെ ഇവർക്ക് കീഴടങ്ങാൻ ഒരു അവസരം കൊടുക്കുന്നത് ഇവര് തെറ്റിദ്ധരിക്കപ്പെട്ടു പോയിട്ടുള്ള അല്ലെ ആൾക്കാര് തെറ്റിദ്ധരിപ്പിച്ച് വഴിതിരിച്ചു വിട്ടിട്ടുള്ള മനുഷ്യരാണെന്ന് മനസ്സിലാക്കുന്നതുകൊണ്ടാണ്. അവര് ഉം, സാധാരണ ഗ്രാമപ്രദേശത്തോ അല്ല കാട്ടുപ്രദേശത്തുള്ള കുറെ മനുഷ്യർ, അവർക്കെതിരെ കുറെ ഇൻജസ്റ്റിസ് നടന്നിട്ടുണ്ട്. നമ്മൾ ഈ സ്വാതന്ത്ര്യത്തിന്റെ ഇത്ര വർഷം കഴിഞ്ഞിട്ടും അവിടെയൊന്നും നമുക്ക് അവർക്ക് വേണ്ട ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ എത്തിക്കാൻ പറ്റാത്തതിന്റെ ഒരു പ്രശ്നമുണ്ട്. അപ്പൊ അതൊക്കെ അവരെ ഇതിലോട്ട് തള്ളിവിടുന്ന ഒരു പ്രശ്നമാണ്. അതിന് ചാനൽ ചെയ്യുന്ന ഇവരാണ്. അപ്പം ഇന്ത്യയിലെ നക്സലിസം ഇപ്പം കുറഞ്ഞു വരുവാണ്. പണ്ടുണ്ടായിരുന്ന ഈ കുറെ ഇപ്പൊ തന്നെ ഇത് നടക്കുന്ന ഛത്തീസ്ഗഡിലൊക്കെ കുറെ ഉം, ഡിസ്ട്രിക്ട്സ് ഇവരുടെ ആയിരുന്നു. ഇപ്പൊ അതൊക്കെ മാറി ഉം, നല്ല രീതിയിലോട്ട് വരുന്നുണ്ട്. ഒരു 2-3 വർഷം കൂടെ കഴിയുമ്പോഴത്തേക്കും ഈ നക്സലിസത്തിന്റെ ഒരു സായുധ മൂവ്മെന്റ് ഇന്ത്യയിൽ അവസാനിക്കും എന്നാണ് നിലവിൽ കിട്ടുന്ന വിവരം. കാരണം അവരെ ഒരു കുറച്ചുകൂടെ അവർക്കും മനസ്സിലാവുന്നുണ്ട്, ഇത് ഇവന്മാരെല്ലാം കൂടി ഞങ്ങൾക്ക് പണിയുന്നതാണ്, ഞങ്ങളെ വെറുതെ ബലിയാടാക്കുന്നതാണ്. എന്നിട്ട് ഇവനൊക്കെ ഈ നല്ല മന്ദിരങ്ങളിലും അല്ലെ കണ്ണാടി കൂടുകളിന്റെ അകത്ത് ഇരുന്നിട്ട് വെറുതെ പുട്ടടിക്കുകയാണ്. കാരണം ഇവന്മാർക്കൊക്കെ വിദേശത്തുനിന്ന് വരുന്ന ഫണ്ടുകൾ അതുപോലെ ഫണ്ടുകൾ വരുന്നുണ്ട്. അപ്പം ഉം. ഈ കഴിഞ്ഞ ദിവസം ഇപ്പം ധനുഷ് ചോദിക്കാനുള്ള കാരണം തന്നെ ഞാൻ മനസ്സിലാക്കുന്നത്, കഴിഞ്ഞ ദിവസം സർദാർ പട്ടേലിന്റെ ജന്മദിനത്തിൽ നരേന്ദ്രമോദി പറഞ്ഞിട്ടുണ്ട് അർബൻ നെക്സലിസത്തെ നമ്മൾ ഇന്ത്യയിൽ തുടച്ചു നീക്കൂന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം അതെ, അതെ. നെക്സലിസം ഒക്കെ ഏകദേശം ഒരു 2-3 വർഷത്തിനുള്ളിൽ ആ സായുധമായിട്ടുള്ള ഒരു മൂവ്മെന്റ്സ് ഇന്ത്യയിൽ അവർ തുടച്ചു ഉം, വയ്ക്കും. കാരണം വെച്ചാൽ ചൈനീസ് ഫണ്ടിങ് ആയിരുന്നു കുറെ. അതേപോലെ തന്നെ പിന്നെ വിദേശ വെസ്റ്റേൺ ഫണ്ടിങ് ഉണ്ട്. പിന്നെ ശ്രദ്ധിച്ചു നോക്കിയാൽ അറിയാം, ഇപ്പൊ നർമ്മദ ബച്ചാവോ ആന്തോളൻ എന്നൊക്കെ പറഞ്ഞ് പണ്ടൊരു അമ്മച്ചി നടന്നായിരുന്നു, അവരുടെ പേര് ഞാൻ മറന്നുപോയി.
ധനുഷ് ഓർക്കുന്നുണ്ടോ? ഒരു നർമ്മദ ഡാം വരുന്നതിനെതിരെ ഇവര് വലിയ സമരമൊക്കെ നടത്തിയായിരുന്നു. അവരിപ്പോഴും വലിയ ഒരു മുഖം ഓർമ്മയുണ്ട്, ബുദ്ധിജീവിയൊക്കെ പക്ഷേ ആയിട്ടാണ്. പേര് ഓർക്കുന്നില്ല. ആ അത് സിമ്പിൾ തന്നെ, അതൊക്കെ അർബൻ എക്സൽസ് ആണ്. കാരണം ഇവര് ആ നർമ്മദ നദിയിൽ ആ ഡാം പണിതതിന്റെ പേര്, അവര് തന്നെ. അപ്പം ഡാം പണിതതിന്റെ പേരിൽ തന്നെ ആ മേഖലകളിൽ എത്ര ആൾക്കാരുടെ ജീവൻ അല്ലെങ്കിൽ അവരുടെ കൃഷിഭൂമി അല്ല അവരുടെ ലൈഫ് സ്റ്റൈൽ മാറിയെന്ന് നമുക്ക് ഇന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ മനസ്സിലാവും. അപ്പൊ അതുപോലെയാണ് ഇപ്പം ജമ്മുവിലാണെങ്കിലും ഇപ്പൊ കുറെ അറ്റാക്ക് ഒക്കെ നടക്കുന്നത് അവിടെയുള്ള നമ്മുടെ നാച്ചുറൽ റിസോഴ്സസ് ഉപയോഗിക്കാൻ പാടില്ല എന്ന് ഇവർ കരുതുന്നതുകൊണ്ടാണ്. നോർത്ത് ഈസ്റ്റ്, പ്രത്യേകിച്ച് നോർത്ത് ഈസ്റ്റിൽ ഗ്യാസ് റിസോഴ്സ് ഉണ്ട്, എന്നാ റെയർ മെറ്റൽ റിസോഴ്സ് ഉണ്ട്, ഗോൾഡ് റിസോഴ്സ് ഉണ്ട്, എന്നാ പെട്രോളിയം റിസോഴ്സ് ഉണ്ട്. അതുകൊണ്ടാണ് അവർ അവിടെ കെയോസ് ഉണ്ടാക്കുന്നത്. അല്ലാതെ നോർത്ത് ഈസ്റ്റിലെ കുറച്ചുപേരെ മതം മാറ്റിയിട്ട് അവരെ നാളെ രാജ്യം ഉണ്ടാക്കി എടുക്കാം, രാജ്യം ഉണ്ടാക്കുന്നതിനേക്കാളും അവരുടെ ലക്ഷ്യം അവിടെ കലാപങ്ങൾ ഉണ്ടാക്കുകയും അവിടെ രാജ്യത്തിന്റെ വികസന പ്രവർത്തനങ്ങൾ നടക്കാതിരിക്കുക, അവിടുന്ന് ഈ രാജ്യത്തിന് റിസോഴ്സ് കിട്ടാതിരിക്കുക എന്നുള്ള ഒരു കോൺസെപ്റ്റിലാണ്. അപ്പം ഇതെല്ലാം ഇന്ത്യ ഗവൺമെന്റ്, പ്രത്യേകിച്ച് നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിയാൽ അറിയാം, കഴിഞ്ഞ ലോക്സഭ ഇലക്ഷന്റെ സമയത്ത് വരെയും ഈ RSSലുള്ള വലിയ നേതാക്കന്മാർ ഒരിക്കൽ പോലും ഈ ഗ്ലോബൽ ഡീപ് സ്റ്റേറ്റ് അല്ലെങ്കിൽ ഗ്ലോബലിസ്റ്റുകളുടെ അജണ്ടകളെ കുറിച്ച് കൂടുതലായിട്ട് സംസാരിക്കാറില്ലായിരുന്നു. അത് സാധാരണ ഇവിടെ റൈറ്റ് വേയിലല്ലാതെ സംസാരിച്ച് മുതലെടുത്തോണ്ടിരുന്നത് ഇവിടുത്തെ സോഷ്യലിസ്റ്റുകളായിരുന്നു. കാരണം അവര് ഈ ഗ്ലോബലിസ്റ്റുകളുടെ ഒരു ആമാണ്. പക്ഷെ ബാക്കിയുള്ളവർ എന്ത് വിചാരിക്കും, ഇവരാണ് ഇത് ചെയ്തുകൊണ്ടിരിക്കും. മീൻസ് അപ്പം ഞാൻ മനസ്സിലാക്കുന്നത് കഴിഞ്ഞ ഒരു ടേമിലുള്ള നരേന്ദ്രമോദി ഗവൺമെന്റിന്റെയും അതേപോലെ തന്നെ RSSന്റെ ഇടയ്ക്കുണ്ടായിരുന്ന ഒരു പ്രശ്നം, ഈ RSSൽ ഉണ്ടായിരുന്ന പഴയ നേതാക്കന്മാര് അല്ലെങ്കിൽ പഴയ ഒരു കാഴ്ചപ്പാടുള്ള മനുഷ്യര് ഒരു ഇന്ത്യ എന്ന് പറയുന്ന രാജ്യം അഭിമുഖീകരിക്കുന്ന ഗ്ലോബൽ ത്രെട്ട് ഈ പറയുന്ന സോഷ്യലിസ്റ്റുകളും ഈ നെക്സൽസും അല്ലെങ്കിൽ കുറച്ച് രാജ്യങ്ങളും മാത്രമെന്ന് വിശ്വസിച്ചിരുന്ന കുറച്ച് മനുഷ്യരായിരിക്കും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. കാരണം വെച്ചാൽ അവർക്ക് ഈ ജയശങ്കർ വന്ന ശേഷമോ അല്ലെ നരേന്ദ്രമോദി വന്ന ശേഷമോ ഗ്ലോബൽ ഡീപ് സ്റ്റേറ്റിനെ ഏത് തരത്തിലാണ് ഇവർ കൗണ്ടർ ചെയ്യുന്നത്, ഈ ലോകത്തുള്ള പല വ്യവസായികളെയും വലിയ രാഷ്ട്രീയ നേതാക്കളെ ഇവർ എന്തിനാണ് പിണക്കുന്നത് എന്നതിനെ കുറിച്ചൊന്നും കൃത്യമായ ഒരു കമ്മ്യൂണിക്കേഷൻ പരസ്പരം ഉണ്ടായിരുന്നില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ആ കമ്മ്യൂണിക്കേഷൻ വന്ന ശേഷമാണ് ഈ തവണത്തെ തെരഞ്ഞെടുപ്പിന് ശേഷം ഇവർ രണ്ടും ഒരേ പേജിലാണ് ഇപ്പൊ കാണപ്പെടുന്നത്. അതായത് ഇപ്പം പണ്ടും, അതായത് ഇത് RSSന്റെ ഒരു പൊളിറ്റിക്കൽ ആമാണ് BJP എങ്കിൽ പോലും BJPക്ക് ഇവരൊരു ഒരു സ്പേസ് ഇവർ കൊടുത്തിട്ടുണ്ടായിരുന്നു. അതായത് സ്വന്തമായിട്ടുള്ള ഡിസിഷൻ എടുത്ത് മുന്നോട്ട് പോകുന്ന രീതിയിലാണ്. അപ്പൊ ഇപ്പൊ ഒരു കോർഡിനേറ്റഡ് വർക്കാണ്. കാരണം ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്തെ ഡീസ്റ്റെബിലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് പല തരത്തിലുള്ള ഒരു മൂവ്മെന്റ് നടക്കുന്നുണ്ട്. അപ്പം ഈ നെക്സലിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇപ്പൊ നിങ്ങൾ തുടക്കത്തിൽ പറഞ്ഞ പോലെ ഈ നമ്മുടെ കാശ്മീരി ഉണ്ടല്ലോ, അവന്റെ പേര് ഒമർ ഖാലിദ്. ഒമർ ഖാലിദിനെയൊക്കെ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസിൽ കൊണ്ടുവന്നു. അതായത് ബാംഗ്ലൂർ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസിൽ കൊണ്ടുവരാനുള്ള ശ്രമമൊക്കെ നടത്തി. ഈ ശ്രമം നടത്തിയത് ഈ അവിടെയുള്ള നോബൽ അവാർഡിയുടെ പേരിലുള്ള ഒരു റിസർച്ച് ലാബുണ്ട്. പേര് ഞാൻ പറയാത്ത മനഃപൂർവ്വമാണ്. അതായത് ബാംഗ്ലൂരുള്ള ഇന്ത്യയിൽ നോബൽ പ്രൈസ് സയൻസ് കിട്ടിയ ഒരു റിസർച്ച് ശാസ്ത്രജ്ഞന്റെ പേരിലുള്ള ഒരു ലാബുണ്ട്. ആ ലാബിലുള്ള ഒരു അർബൻ എക്സൽ ആയിട്ടുള്ള ഒരു ഒരു ടീച്ചർ അല്ല, ഒരു സയന്റിസ്റ്റ് ആണ്. അവിടുത്തെ വലിയ പൊസിഷൻ ഇരിക്കുന്ന ഒരു ടീമാണ്. ഇവർക്കൊക്കെ ഈ ഉമർ ഖാലിദിനൊക്കെ IIScയിൽ കൊണ്ടുവരുന്നതിന് എന്താ ഇവർക്ക് ഇത്ര താല്പര്യം? എന്താ ഇവരുടെ താല്പര്യം? എന്നിട്ടും ഇവരൊക്കെ എങ്ങനെയാ ഒരു ഇന്ത്യ ഗവൺമെന്റ് ഫണ്ട് ചെയ്യുന്ന ലാബിന്റെ നല്ല രീതിയിലുള്ള ഒരു പൊസിഷനിൽ വന്നിരിക്കുന്നു? അതിലെ രസം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ ചെയ്യുന്ന എന്താന്ന് ഞാൻ പറഞ്ഞുതരാം. സിമ്പിൾ ആയിട്ട് നമ്മൾ കാണുന്ന എന്താ, ഈ തോക്കും കൊണ്ട് നടക്കുന്നവനും അല്ലെങ്കിൽ കുറച്ച് പോസ്റ്റർ ഒട്ടിക്കുന്നവനും അല്ലെങ്കിൽ കുറച്ച് ഫണ്ട് വാങ്ങിച്ച് അതിൽ നിന്ന് പുട്ടടിക്കുന്നവനും അല്ല ഇന്ത്യയോട് ദ്രോഹം ചെയ്യുന്നത്. ഏറ്റവും വലിയ ദ്രോഹം ചെയ്യുന്നത് ഇന്ത്യയുടെ സയന്റിഫിക് ആയിട്ടുള്ള അഡ്വാൻസ്മെന്റ് പ്രോഗ്രസ് തടയുന്ന ഇതുപോലെയുള്ള ഫെർട്ടേണിറ്റീസിൽ, അതായത് ഇന്ത്യയിലുള്ള ടോപ്പ് മോസ്റ്റ് ലാബുകളിലും ഒക്കെ ഇരിക്കുന്ന തിയറിറ്റിക്കൽ ആയിട്ട് മാത്രം സയൻസിനെ കാണുന്ന കുറെ ആൾക്കാരുണ്ട്. അതായത് അതൊരു നെക്സസ് ആണ്, അതൊരു കോക്കസ് ആണ്. അതായത് ഈ അർബൻ നെക്സൽസിന്റെ ഒരു കോക്കസ്. അതായത് ഇവരുടെ ആൾക്കാരായിരിക്കും ഈ ബുദ്ധിജീവി ചമഞ്ഞ് മിക്ക ഇന്ത്യയിലുള്ള വലിയ ലാബുകളുടെ മുകളിൽ ഇരിക്കുക. അപ്പൊ അവര് സ്വന്തമായിട്ട് ക്രൈറ്റീരിയാസ് ഉണ്ടാക്കി വെക്കും. ഈ ലാബിൽ ജോലിക്ക് കയറണമെങ്കിൽ ഇന്ന ക്രൈറ്റീരിയ ഫുൾഫിൽ ചെയ്യണം. ഈ ഇന്ന ക്രൈറ്റീരിയ ഫുൾഫിൽ ചെയ്യണം ഇവന്റെ ഒക്കെ ADCകൾക്ക് മാത്രമേ പറ്റൂ. അതായത് ഇന്ത്യയിലുള്ള എല്ലാ ടോപ്പ് മോസ്റ്റ് ഗവൺമെന്റ് ഫണ്ടഡ് ആയിട്ടുള്ള ലാബിലും ഈ പറയുന്ന അർബൻ നെക്സൽ മനോഭാവമുള്ള കുറെ സയന്റിസ്റ്റ് എന്ന് പറയാൻ ഞാൻ തയ്യാറല്ല. കാരണം വെച്ചാൽ അപ്ലൈഡ് സയൻസ് അപ്ലൈഡ് ആയിട്ടുള്ള ഇതിലൊന്നും ഇവന്മാർക്ക് ഒരു
ഞാനൊരു കാര്യം സിമ്പിൾ ആയിട്ട് ചോദിക്കട്ടെ, നമ്മുടെ രാജ്യത്തിന് എന്തൊക്കെ സയന്റിഫിക് എക്യുപ്മെന്റ്സ് ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുണ്ട് കഴിഞ്ഞ 70 വർഷം അല്ലെങ്കിൽ 77 വർഷത്തിനുള്ളിൽ? എന്തൊക്കെ കഴിഞ്ഞിട്ടുണ്ട്? നമ്മൾ ഇപ്പോഴും അമേരിക്കക്കാരന്റെയും റഷ്യക്കാരന്റെയും നമ്മൾ പല രാജ്യങ്ങളുടെയും പുറകിൽ തെണ്ടി നടക്കേണ്ടി വന്നത് എന്തുകൊണ്ടാണ്? ഈ പുസ്തകത്തിൽ എഴുതി തിയറി എഴുതി വെക്ക് കഴിഞ്ഞാല് പണ്ടുള്ളവർ പറയും ആദർശം പറഞ്ഞുകൊണ്ടിരുന്ന വയറ്റിലോട്ടൊന്നും പോയില്ല. ഇവന്മാരുടെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവന്മാർ ഇതുപോലത്തെ ഉട്ടോപ്യൻ തിയറി, ചിലപ്പോൾ സയൻസിലെ പ്രോബബിലിറ്റി ഉള്ള തിയറി ഇരിക്കും, പക്ഷെ ഇവന്മാർ ഇതിനു മേളിൽ പുസ്തകത്തിന് മേളിൽ പുസ്തകം എഴുതി വെച്ച് അതിനു മുകളിൽ അടയിരുന്ന് അതിനു മുകളിൽ കുറെ കുഞ്ഞുങ്ങൾ ഇതിനേക്കാളും മണ്ടന്മാരായി കുറെ എണ്ണത്തിനെ പിടിച്ച് അടിയിലിരുത്തിയിട്ട് അതുങ്ങളെ മുട്ട വിരിയിച്ചുണ്ടാക്കി അതുങ്ങളെ തന്നെ വീണ്ടും ഈ പറയുന്ന ലാബുകളുടെ എല്ലാം അടുത്ത് കൊണ്ടുവന്ന് ഇവന്മാരുടെ ഇത് വേണോ? അതായത് ഇന്ത്യയിൽ നിന്ന് നല്ല ഏബിൾ ആയിട്ടുള്ള ആൾക്കാർ വിദേശത്തുള്ള ടോപ്പ് മോസ്റ്റ് ആയിട്ടുള്ള ലാബുകളിൽ വർക്ക് ചെയ്യുന്നുണ്ട്. നല്ല ഒന്നാം തരം തല എന്ന് പറയത്തില്ല, ലോകത്തിലെ നമ്പർ 1 തലകൾ വർക്ക് ചെയ്യുന്നുണ്ട്. ആ ഏതെങ്കിലും ഒരുത്തൻ, അതായത് നല്ല എക്യുപ്മെന്റ്സ്, നല്ല എനിക്ക് തന്നെ അറിയാവുന്ന 1-2 പേരുണ്ട്. കാരണം വെച്ചാൽ ഞാൻ ബാംഗ്ലൂർ താമസിച്ചുകൊണ്ടിരുന്നത് ജാലഹള്ളി എന്ന് പറയുന്ന സ്ഥലത്തായിരുന്നു, മത്തിക്കര ജാലഹള്ളി. അതിന്റെ അടുത്താണ് ഈ ഒരു 2-3 ലാബ്സ് ഉണ്ട്. പിന്നെ അതേപോലെ തന്നെ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് അവിടെയാണ്, IIC അവിടെയാണ് ഉള്ളത്. അപ്പൊ ആ സമയത്ത് എന്റെ പ്രായത്തിലുള്ള കുറെ സയന്റിസ്റ്റുകൾ അവിടെ ഉണ്ടായിരുന്നു. അപ്പൊ ഇമാര് വൈകുന്നേരം ആകുമ്പോൾ ഇവര് പുറത്തിറങ്ങുമ്പോൾ നമ്മള് പരിചയക്കാരുണ്ട്, കൂട്ടുകാരുണ്ട്, ക്ലോസ് ഫ്രണ്ട്സ് ഉണ്ട്. അപ്പം ഇവര് എനിക്കറിയാവുന്ന പലരും ഉണ്ട് വിദേശത്ത് നല്ല ടോപ്പ് മോസ്റ്റ് ലാബിൽ വർക്ക് ചെയ്യുന്നു. അപ്പൊ ഇതിൽ കുറച്ച് ദേശീയതയുടെ അസുഖം, അതായത് നമ്മളെ പോലെയൊക്കെ ഉള്ള ഇച്ചിരി നാഷണലിസ്റ്റ് അപ്രോച്ച് ഉള്ള ദേശീയതയുടെ അസുഖമുള്ള, അല്ലെങ്കിൽ നല്ല അവരിലെ നല്ല തലകളൊന്നും ഇന്ത്യയിലോട്ട് തിരിച്ചു വരാൻ ശ്രമിക്കുക എന്ന് വിചാരിക്കും. അവർ വന്നിട്ട് ഈ പറയുന്ന ടോപ്പ് ലാബുകളിൽ എവിടെയെങ്കിലും അപ്ലൈ ചെയ്യുമ്പോൾ ഇവന്മാരെ എന്ത് വില കൊടുത്ത് ഇവര് അടുപ്പിക്കൂല. അവർക്ക് വേണ്ട കുറെ ക്രൈറ്റീരിയ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടാവും. വിദേശത്തെ ലാബുകളിൽ നല്ല രീതിയിൽ നല്ല എക്യുപ്മെന്റ്സ് ഉണ്ടാക്കുന്ന, ടോപ്പ് മോസ്റ്റ് എക്യുപ്മെന്റ്സ് ഉണ്ടാക്കുന്ന, എന്തിന് ഈ നമ്മളിപ്പോ വാങ്ങിച്ച റാഫേൽ വിമാനത്തിന്റെ ഹെൽമെറ്റ് ഉണ്ട്. അതായത് ബയോഫിസിക്സുമായിട്ട് ബന്ധപ്പെട്ട കൂടുതൽ റിസർച്ച് നടത്തുക, അതിൽ നിന്ന് നമ്മുടെ ബ്രെയിനിന്റെ ഇമ്പൾസ് എല്ലാം നോക്കിയിട്ട് നമ്മളെ ഇത് ചെയ്യാനുള്ള ഹെൽമെറ്റ്സ് അതിൻ്റെ അകത്തുണ്ട്. അത് 9 കോടി രൂപ ഒരു ഹെൽമെറ്റിന് വരും. അപ്പം ഈ ഒരു ഇതുപോലത്തെ ലോകത്ത് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള റിസർച്ച് നടത്തുന്ന ഈ ലാബുകളിലൊക്കെ ഉള്ള നല്ല ഇന്ത്യൻ തലകൾ ഇന്ത്യ വന്നു കഴിഞ്ഞാൽ ഇവന്മാരെ അടുപ്പിക്കൂല. ഇവന്മാർക്ക് ഇതുപോലത്തെ ചവർ എഴുതി കൂട്ടി ബുക്കുകൾ ഉണ്ടാക്കി, ബുക്കിന്റെ മേലെ ബുക്ക് ഉണ്ടാക്കി, ആ ഗൈഡ്ഷിപ്പ് ഒക്കെ കൊടുത്ത് അടുത്തവനെ കൊണ്ടുവന്ന് ഇതേപോലത്തെ ചവറുകൾ എല്ലായിടം കൊണ്ട് ഇരുത്തും. അതായത് ഇന്ത്യയിൽ ഒരു നല്ല ഒരു നല്ല എന്താ പറയുന്ന ഒരു എക്യുപ്മെന്റ് ഉണ്ടാക്കാനോ രാജ്യത്തിന് ആവശ്യമായ ഒരു സാധനം ഉണ്ടാക്കാനോ ഒക്കെ ഇവന്മാര് സമ്മതിക്കൂല. ഇവർക്കെല്ലാം വിദേശത്തുനിന്ന് വരണം. നമ്മുടെ ആൾക്കാരെ, പ്രത്യേകിച്ച് വിദേശത്തുള്ള ഒരു സയന്റിസ്റ്റുകളെ ഇവന്മാര് നല്ല തലകളെ ഇങ്ങോട്ട് അടുപ്പിക്കൂല. അവരോട് പറയുന്നത് വെച്ചാൽ നിങ്ങൾക്ക് കുഴപ്പമില്ല, നിങ്ങൾ പ്രൈവറ്റ് യൂണിവേഴ്സിറ്റി പൊക്കോളാൻ പറയും. ഈ പ്രൈവറ്റ് യൂണിവേഴ്സിറ്റികളിൽ എന്താ അവസ്ഥ? പ്രൈവറ്റ് യൂണിവേഴ്സിറ്റിയിൽ ഇവന്റെ സ്റ്റുഡൻസ് ആണ് പോയിട്ട് മിക്ക പ്രൈവറ്റ് യൂണിവേഴ്സിറ്റിയിലും പ്രൊഫസർമായിട്ടിരിക്കുന്നത്. അവരുടെ അടിയിൽ വേണം ഇവന്മാര് പോയിട്ടിരിക്കാൻ. അതായത് വെറും ചവറുകളുടെ സ്റ്റുഡൻസ് ആയിട്ടുള്ള വെറും ചവറുകളുടെ അടിയിൽ വേണം ലോകത്തെ ടോപ്പ് മോസ്റ്റ് ലാബിൽ വർക്ക് ചെയ്തിട്ടുള്ള ആൾക്കാർ വന്നിട്ട് കുത്തിയിരിക്കും. അതിന് എനിക്ക് വളരെ കൃത്യമായിട്ട് പറയാനുണ്ട്. അതായത് പ്രധാനമന്ത്രിയുടെ പ്രിൻസിപ്പൽ സയന്റിഫിക് അഡ്വൈസർ ആയിട്ടുള്ള AK സുദ്ദിന്റെ വരെ സ്റ്റുഡൻസ് ഉണ്ട് ഈ കൂട്ടത്തിൽ, വലിയ ടോപ്പ് മോസ്റ്റ് ലാബുകളുടെ ഡയറക്ടറുമായിട്ട് അതുമായിട്ട് ഇരിക്കുന്നു. ഇത്ര കാലം കൊണ്ട് അതൊരു കോക്കസ്, അതായത് ബംഗാളി, മലയാളി, പഴയ ലെഫ്റ്റ് ലിബറൽ ഒരു കോക്കസ് ഉണ്ട്. അപ്പം ഇപ്പം പ്രധാനമന്ത്രി നരേന്ദ്രമോദിജിക്ക് ഈ അർബൻ നക്സൽസിനെയോ അല്ലെങ്കിൽ ഇന്ത്യയുടെ സയന്റിഫിക് അഡ്വാൻസ്മെന്റ് മുന്നോട്ട് കൊണ്ടുപോകാൻ തടസ്സം നിൽക്കുന്നവരെയൊക്കെ ഒന്ന് നേരെയാക്കണമെന്നുണ്ടെങ്കിൽ ആദ്യം ടോപ്പിൽ നിന്ന് തുടങ്ങണം. ഈ താഴെ നിന്നുള്ള ഈ പെറുക്കിട്ടുകളെ പെറുക്കിക്കൊണ്ട് നിന്നിട്ട് ഒരു കാര്യമില്ല. നല്ല തലയുള്ള, ഇപ്പൊ ഞാൻ സിമ്പിൾ ആയിട്ട് ചോദിക്കട്ടെ, ഇലോൺ മസ്ക് ലോകത്തെ ഏറ്റവും വലിയ വ്യവസായിയാണ്. ലോകത്തെ അതുകൊണ്ട് അയാളുടെ ബുദ്ധിയും കൊണ്ടും അയാളുടെ സയന്റിഫിക് അപ്രോച്ചും കൊണ്ട് പണം ഉണ്ടാക്കിയവനാണ്. ഇലോൺ മസ്ക് ഇപ്പം അമേരിക്കൻ പ്രസിഡന്റിന്റെ അഡ്വൈസർ ആയിട്ട് മാറിയിട്ട് എഫിഷ്യൻസി ഡിപ്പാർട്ട്മെന്റിലെ ഹെഡ് ആയിട്ട് വന്നിട്ടുണ്ട്. എന്തുകൊണ്ടാ? അവന് തലയുണ്ടെന്ന് അവർക്കറിയാം. അടുത്ത ജനറേഷനിലോട്ട്, അടുത്ത കാലഘട്ടത്തിലോട്ട് പോകണമെങ്കിൽ ഈ പുസ്തകപ്പുഴു അല്ല പുസ്തകത്തിന് മുകളിൽ അടയിരുന്ന് കുറെ തിയറികൾ വിജയിക്കുന്നവന്മാരെ കൊണ്ട് പറ്റൂല. പ്രാക്ടിക്കലായിട്ട് പോകാൻ പറ്റണം. അപ്പൊ അങ്ങനെയുള്ളവരെ ടോപ്പിക് കൊണ്ടുവന്ന് അവിടുന്ന് തുടങ്ങണം അഴിച്ചുപണി. അല്ലാതെ താഴെയുള്ള ഈ ചവറ് വലിയ ബുദ്ധിയും ബോധം ഇല്ലാത്ത കുറെ കാലം 5-6 വർഷം ഏതെങ്കിലും ഗേഡിന്റെ പുറകെ ബബ വെച്ച് നടന്ന് ഒരു PhD ഒപ്പിച്ച് ഡോക്ടർ എന്ന് പറഞ്ഞ് നടന്ന്
പിന്നെ ഒരു ഏതെങ്കിലും ടോപ്പ് ലാബിലൊക്കെ ഉള്ള നല്ല റിസർച്ച് നടക്കുമ്പോൾ എന്റെ പൊന്നു ചേട്ടാ എന്റെ പേരും കൂടെ നിങ്ങളുടെ വർക്കിലൊന്ന് ആഡ് ചെയ്ത് താ. അപ്പം അവരെ നോക്കുമ്പോൾ നടക്കുന്ന കാര്യമെന്ന് പറയുന്നത്. ഞാൻ വളരെ ക്ലിയർ ആയിട്ട് പറയാം, ഇന്ത്യയിലെ ടോപ്പ് മോസ്റ്റ് പൊസിഷൻ ഇരിക്കുന്ന പലരും ഈ പറയുന്ന അവരുടെ പേപ്പേഴ്സ് റിസർച്ച് നടക്കുന്ന ലാബിലെ ടോപ്പ് മോസ്റ്റ് സയന്റിസ്റ്റുകളുടെ ഫ്രണ്ട്ഷിപ്പ് ഗെയിൻ ചെയ്തിട്ട്, കാരണം അവർ പൊസിഷൻ ഉപയോഗിച്ച് ഫ്രണ്ട്ഷിപ്പ് ഗെയിൻ ചെയ്തിട്ട് 5 or 10 പേര് കൂടി ചെയ്യുന്ന വർക്കിൽ ഇവന്റെ ഒക്കെ പേര് ഉൾപ്പെടുത്തും. എന്നിട്ട് ഇന്ത്യയിൽ വന്നിട്ട് ഈ എട്ടും പുട്ടും തിരിയാത്ത കുറെ അവന്മാരോട് പറയും, ഇത് നോക്കൂ ലോകത്തെ ഏറ്റവും ടോപ്പ് മോസ്റ്റ് ലാബിലെ ഇന്ന വർക്കിലെ എന്റെ എന്തുണ്ട്, എന്റെ ഇൻപുട്ട് ഉണ്ട്, മാങ്ങാത്തൊതിയുണ്ട്, ഒന്നുമില്ല. ഇവര് തമ്മിലുള്ള ഒരു ബന്ധത്തിന്റെ പുറത്താണ് ഇവനൊക്കെ ഈ കളിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് ഇവരെന്ത് ചെയ്യും എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, ഇവർക്കറിയാലോ നല്ല തലകൾ ഏതൊക്കെയാണ്. അവരുടെ അടുത്ത് പോയി പറയും, നീ ഒരു കാര്യം ചെയ്യൂ, എനിക്ക് ഇന്ത്യയിലുള്ള ഇന്നത്തെ ഇതെല്ലാം ഒന്ന് സെറ്റ് ചെയ്തെടുത്ത് പുതിയൊരു മാറ്റം കൊണ്ടുവരാൻ, അല്ലെ നമുക്ക് ഇവിടെ എന്ത് പുതിയതായി ചെയ്യാൻ പറ്റും എന്നതിനെ കുറിച്ച് എനിക്ക് ഒരു റിപ്പോർട്ട് താ എന്ന് പറയും. അപ്പം ഇവന്മാർക്ക് ഈ പ്രത്യേകിച്ച് നല്ല ബുദ്ധിയുള്ള നല്ല തലയുള്ള അവർക്ക് ഈ സ്ട്രഗിൾ എടുക്കാനുള്ള കഴിവ് കുറവായിരിക്കും, സ്ട്രെസ്സിലോട്ട് പോകും. അപ്പൊ ഇവർ വിചാരിക്കും, അയ്യോ എത്ര നല്ല ചേട്ടൻ, ഇവർക്ക് ഈ സാധനം ഒന്ന് എത്തിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അവരെല്ലാം ഫർണിഷ് ചെയ്ത് സെറ്റ് ചെയ്ത് തരും. അപ്പൊ ഇവരെല്ലാം എന്നെ ചെയ്തു നന്നായിട്ട് മെനക്കെട്ട് വർക്ക് ചെയ്ത് നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് ഇവിടെ എങ്ങനെ പുതിയ എക്യുപ്മെന്റ്സ് ഉണ്ടാക്കാം, പുതിയ ലാബുകൾ ഉണ്ടാക്കാം, നമുക്ക് എങ്ങനെ ഇവിടെ നല്ല ബെൽ ലാബ്സ് പോലെയുള്ള ലാബുകൾ ഇന്ത്യയിൽ വർക്ക്ഔട്ട് ചെയ്തെടുക്കാൻ. അപ്പൊ ഇവരൊരു 200 പേജോ 100 പേജോ ഉള്ള ഒരു പ്രൊജക്ട് ഒക്കെ ഉണ്ടാക്കി കൊടുക്കും. എന്നിട്ട് ഇവൻ എന്നെ ചെയ്തു, ഇവന്റെ എല്ലാം പേര് വെട്ടിക്കളഞ്ഞ് ഇവന്റെ പേരിട്ടിട്ട് ഇതുകൊണ്ട് എവിടെയെങ്കിലും സബ്മിറ്റ് ചെയ്തു, നോക്ക് സാർ, അല്ല നോക്ക് നേതാവേ, ഇത് ഞാനിത് റെഡിയാക്കാനുള്ള എല്ലാ സാധനവും ഇട്ടിട്ടുണ്ട്, എങ്ങനെയുണ്ട് എന്റെ തല. അപ്പൊ വിവരമുള്ളവൻ ഉണ്ടാക്കിയതുകൊണ്ട് സാധനം സൂപ്പർ ആയിരിക്കും. ഇവൻ കൊണ്ട് അവിടെ പ്രസന്റ് ചെയ്യുമ്പോൾ അവരെന്ത്, ഈ രാഷ്ട്രീയക്കാർക്ക് സയന്റിഫിക് ആയിട്ടുള്ള ബുദ്ധി അല്ല ഇവന്മാരുടെ ഈ ഇടയ്ക്ക് നിന്നുള്ള കളി കണ്ടുപിടിക്കാനുള്ള കഴിവുകൾ കുറവാണ്. അപ്പൊ ഇവന്മാർ വിചാരിക്കും, ഓ എത്ര നല്ല മനുഷ്യ, അല്ല ഇവൻ സൂപ്പർ ആണല്ലോ എന്ന് വിചാരിക്കും. പക്ഷെ അവൻ അങ്ങനെയാണ് ഇവന്മാരെല്ലാം പറ്റിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഈ ഒരു കളി ഇന്ത്യന്റെ ടോപ്പ് മോസ്റ്റ് രാഷ്ട്രീയ നേതാക്കന്മാർക്ക് വരെ മനസ്സിലായിട്ടില്ല. അവർ കഴിഞ്ഞ 11 കൊല്ലം കൊണ്ട് ഈ ഇവന്മാരെ ഒന്നും ഒതുക്കാൻ ഒരു പുല്ലും ചെയ്തിട്ടുമില്ല. നല്ല ഒന്നാന്തരം തലകൾ വേസ്റ്റ് ആയിട്ട് എവിടെയൊക്കെയോ കുത്തിയിരുന്ന് പോകുന്നുണ്ട്. അത് മാത്രമല്ല പറയേണ്ടത്, ഈ ഇന്ത്യയുടെ പ്രൈവറ്റ് യൂണിവേഴ്സിറ്റികൾ വരുമ്പോൾ ഇവരൊക്കെ പ്രതീക്ഷിച്ച എന്താ, വിദേശത്ത് നിന്ന് വരുന്ന പ്രൈവറ്റ് യൂണിവേഴ്സിറ്റികൾ ഇന്ത്യയിൽ കൊളാബറേറ്റഡ് ആയിട്ട് ക്യാമ്പസ് ഉണ്ടാക്കും, എന്നിട്ട് ഇന്ത്യയിൽ സയന്റിഫിക് അഡ്വാൻസ്മെന്റ് ഉണ്ടാക്കും എന്നാണോ? കോപ്പ് ഉണ്ടാക്കും? ഒന്നും നടക്കൂല. ഇവന്മാരെന്താ ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാല്, വളരെ കൃത്യമായിട്ട് ഞാൻ പറയാം, നല്ല പ്രോപ്പർ ആയിട്ടുള്ള സ്ഥലങ്ങളെ അവന്മാർ ഒതുക്കും. എന്നിട്ട് അവർ ഇവിടെ ഇവന്മാർ പ്രൊഡ്യൂസ് ചെയ്തുകൊണ്ടിരുന്ന ഈ ചവറ് പോലത്തെ കുറെ സാധനം, കാരണം ഇവന്മാരുടെ ശിഷ്യന്മാരാ ഈ പ്രൈവറ്റ് യൂണിവേഴ്സിറ്റിയുടെ ഡയറക്ടർമാരായിട്ട് ഇരിക്കുന്നത്. എന്നിട്ട് ഇവന്മാരെന്നെയെന്ന് വെച്ചാൽ അവിടെ ഇട്ടിട്ട് ഇവന്മാരിട്ട് വട്ടക്കൊട്ട വെള്ളം കോരിച്ച് ഈ ഏതെങ്കിലും തല്ലിപ്പൊളി പ്രൊജക്റ്റിലൊക്കെ ഉണ്ടാക്കി അവിടെ വെറുതെ അതിന് മുകളിൽ അടയിരിക്കും. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് ഈ ഫണ്ടുകൾ മൊത്തം വരുന്നത് അമേരിക്കയിലൊക്കെ വലിയ കമ്പനികളാണ് ഫണ്ട് ചെയ്യുക, അമേരിക്കയിലെ ലാബുകളൊക്കെ ഫണ്ട് ചെയ്യുക. അപ്പൊ ഇന്ത്യയിലുള്ള വലിയ കമ്പനികളുണ്ട്, അതായത് ഇപ്പൊ മഹീന്ദ്ര, ടാറ്റ, അല്ലെങ്കിൽ അദാനി, അംബാനി എന്ന് പറയുക, അവർക്ക് വേണമെങ്കിൽ ഇന്ത്യയിലുള്ള സ്റ്റാർട്ടപ്പുകൾക്ക് ഇത്തരമുള്ളതിൽ ഫണ്ട് ഇപ്പൊ തുടങ്ങുന്നുണ്ട്, ചെറിയ തോതിൽ തുടങ്ങുന്നുണ്ട്. പക്ഷെ ഇപ്പോഴും മഹീന്ദ്രയും ടാറ്റയും അതേപോലെ തന്നെ റിലയൻസും ഒക്കെ ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിക്ക് ഫണ്ട് കൊടുക്കുന്നു. ഇന്ത്യയിലെ സീഡ് ഫണ്ട് അത് അവിടെ നടക്കുന്നത് എന്താ, ഇന്ത്യനെ ഡീഗ്രേഡ് ചെയ്യാനോ അല്ലെ നമ്മുടെ കൾച്ചറിനെ ഡീഗ്രേഡ് ചെയ്യാനോ അല്ലെങ്കിൽ നമുക്ക് ഗുണമില്ലാത്ത പ്രൊജക്ടുകളാണ്. അതൊക്കെ നമ്മൾ ഈയിടെ ഞാൻ ഒരു വീഡിയോ കേട്ട, ഒരു ചൈനക്കാർ ഇതേപോലെ ഫണ്ട് കൊടുക്കുന്നുണ്ട്. അവര് ചൈനയുടെ ഇൻട്രസ്റ്റിന് എതിരായിട്ടുള്ള ഒരു കാര്യത്തിനും അവർ ഫണ്ട് ചെയ്യാൻ അവിടുത്തെ വ്യവസായികളെ അനുവദിക്കില്ല. അപ്പം ഞാൻ വളരെ കൃത്യമായിട്ട് പറയുന്നു, ഇപ്പോഴത്തെ ഒരു സിസ്റ്റം വെച്ചിട്ട് ഇന്ത്യയിലെ നല്ല തലകളുടെ ശവപ്പറമ്പാണ് നിലവിലെ ഇന്ത്യയുടെ ഒരു സയന്റിഫിക് ആയിട്ടുള്ള ഒരു മേഖല. അതായത് ഇന്ത്യയുടെ പ്രോപ്പർ ആയിട്ടുള്ള ഒരു സയന്റിഫിക് ആയിട്ടുള്ള പ്രോഗ്രസ് വേണമെങ്കിൽ ടോപ്പ് മോസ്റ്റ് തൊട്ട് അഴിച്ചു പണിത് നല്ല ചെറുപ്പക്കാര് വിദ്യാഭ്യാസവും വിവരവും ലോകപരിചയവും ലോകത്തെ നമ്പർ 1 ലാബുകളിലൊക്കെ വർക്ക് ചെയ്ത് ഒരു കുറച്ച് മനുഷ്യരുടെ എക്സ്പീരിയൻസ് ഉപയോഗിച്ച് വേണം താഴോട്ട് വർക്കൗട്ട് ചെയ്യാൻ. അല്ലെങ്കിൽ നമ്മൾ എല്ലാ കാര്യത്തും റഷ്യയുടെ ബോംബർ വരട്ടെ, അമേരിക്കയുടെ യുദ്ധവിമാനം വരട്ടെ, അല്ലെ അമേരിക്കയിൽ നിന്ന് പ്രിന്റർ വരട്ടെ, അല്ലെങ്കിൽ ഇത് രസം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഞാൻ പഠിക്കല്ല, ഞാൻ 2008 ബാംഗ്ലൂർ ഇരുന്നപ്പോൾ ബാംഗ്ലൂർ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ കൊണ്ടുപോയി ജർമ്മനിയിൽ നിന്നൊരു എക്യുപ്മെന്റ്, അതായത് സിമ്പിൾ ആണ്, ഒരു ഹീറ്റ് ചെയ്യുന്ന എക്യുപ്മെന്റ് ആണ്, പർട്ടിക്കുലർ ഡിഗ്രിയിൽ ഹീറ്റ് ചെയ്യാൻ പറ്റും. ആ എക്യുപ്മെന്റിന്റെ ഫുള്ള് കാറ്റലോഗ് എന്തുവാണ്, ജർമ്മനിയിലുള്ളതാണ്.
ആ സാധനം 3 വർഷം അവിടെ എന്നാ പട്ടിയുടെ കയ്യിൽ മുഴുവൻ തേങ്ങ കിട്ടിയ പോലെ 3 വർഷം ആ പറയുന്ന ലാബിലിരുന്നു. 7 കോടിയോ 8 കോടിയോ മുടക്കി കൊണ്ടുവന്ന് ഇന്ത്യയുടെ ടോപ്പ് മോസ്റ്റ് ആയിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂട്ട് വെച്ചിട്ട് എന്നാ 3 വർഷം അതിന് മുകളിൽ അടയിരിക്കുന്നത് എന്തുവാ? അതിന്റെ കാറ്റലോഗ് എങ്ങനെയാണ്? ഇംഗ്ലീഷിലല്ല, ജർമ്മനിലാണ്. അതൊക്കെയാണ് ഇവിടുത്തെ അവസ്ഥ. സിമ്പിൾ ആയിട്ട് പറഞ്ഞു. ഞാൻ പറയുമ്പോ എന്നാ ആൾക്കാർ ഇതെന്നാ ഇതുപോലെ പറയുന്നതെന്ന് വിചാരിക്കും. പക്ഷെ എനിക്ക് ഇതുപോലത്തെ കുറെ പേര്, എന്റെ ഒരു ഫ്രണ്ട് ഈയിടെ ഞാൻ അറിയുന്ന നല്ല ഒന്നാന്തരം തലത്തിലൊരുത്തൻ ആത്മഹത്യ ചെയ്തു. അതുകൊണ്ട് ഞാൻ പറയുന്നത്, അത് ബാംഗ്ലൂരുകാരനാണ്, ഞാൻ അറിയുന്നതാണ്. അവൻ ആത്മഹത്യ ചെയ്തു. ഇതുപോലെ ഒരു ആത്മഹത്യയുടെ വക്കയിൽ എത്തിച്ചു നിർത്തിയേക്കുന്ന, അല്ലെങ്കിൽ നിരാശയുടെ പടുകുഴി വീഴ്ത്തിയേക്കുന്ന പല മനുഷ്യരുണ്ട്, നല്ല തലയുള്ള മലയാളികളുണ്ട്. അതേപോലെ തന്നെ ഇന്ത്യയുടെ പല മേഖലകളിലുള്ള അവരെ ഇവരെല്ലാം കൂടെ കൂടിയിട്ട് ഇന്ത്യയുടെ അർബൻ എക്സൽസ്, ഈ വിദ്യാഭ്യാസ സയന്റിഫിക് ഫെർട്ടേണിറ്റിയിലുള്ള അർബൻ എക്സൽസ് എല്ലാം കൂടി വെറും ചവറുകളെല്ലാം കൂടി വെറുതെ അടിച്ചിരുത്തി വെച്ചേക്കുവാണ്. അതിനെന്തെങ്കിലും പരിഹാരം കാണാതെ ഇവർ ഈ പറയുന്ന അർബൻ എക്സൽസിനെ ചവിട്ടും പിടിക്കും, അല്ലെ അവന്മാരുടെ എല്ലാം പരിപ്പും കൂടെയും ഞങ്ങൾ പറിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. അവിടെ അതായത് ടോപ്പ് ലെയർ തൊട്ടിട്ട് ഇവര് ഒരു മാറ്റം കൊണ്ടുവരണം, അല്ലെങ്കിൽ ഒരു കാര്യം. പക്ഷെ അത് ഇന്ത്യക്ക് എന്നുള്ള രാജ്യത്തിന് ഒരു വികസിത രാജ്യമാവാനും, ഇന്ത്യ ഒരു പ്രൊഡക്ഷൻ ഹബ് ആവാനും, മാനുഫാക്ചറിങ് ഹബ് ആവാനും നമ്മൾ ആഗ്രഹിക്കുന്നുണ്ട്. ഫസ്റ്റ് ചെയ്യേണ്ട കാര്യമാണ്. അതൊന്നും ചെയ്യാതെ നമ്മൾ വെറുതെ പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. കാരണം അവർക്ക് എവിടെയാ അടിക്കേണ്ടതെന്ന് ഒട്ടും അറിയത്തില്ല. സിമ്പിളായി പറയാം, ഈ ഒരു കാര്യത്തിൽ എവിടെയാ തല്ലേണ്ട അവർക്ക് അറിയത്തില്ല. അങ്ങനെ ആയിരുന്നെങ്കിൽ അവരിൽ പലർക്കും ഇന്ത്യയിലെ ഏറ്റവും വലിയ അവാർഡുകൾ കൊടുക്കില്ലേ? കാരണം കാരണം ഞാൻ അതിൽ ചിലരെയൊക്കെ നമ്മൾ നോട്ട് ചെയ്ത് വെച്ച പലർക്കും അവാർഡുകൾ കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. അതായത് കഴിഞ്ഞ കുറച്ചു കൊല്ലത്തിനിടെ. അതെങ്ങനെ കിട്ടുന്നു? കാരണം ഇന്ത്യയുടെ ഒരു നാഷണൽ ഇൻട്രസ്റ്റിനെതിരെ പോകുന്നവന്മാർക്ക് അവാർഡ് കൊടുക്കാന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? അതിന്റെ അർത്ഥം സിമ്പിളാണ്, ഇവരത് മനസ്സിലാക്കുന്നില്ലെന്നുള്ളത്. ഞാൻ പറഞ്ഞ പോയിന്റ് മനസ്സിലായി. അപ്പം ഇത് അങ്ങനെയൊക്കെ അർബൻ എക്സൽസിനെ അടിച്ചൊതുക്കണമെങ്കിൽ ആദ്യം ഇന്ത്യയിലെ ചെറുപ്പക്കാരായ അല്ലെങ്കിൽ ഇന്ത്യയിലെ തലയുള്ളവരെ പെരുവഴിയിലാക്കുന്ന ഇവന്മാരെയൊക്കെ പൊളിച്ചടുക്കിയിട്ട് വേണം നമ്മൾ ഇന്ത്യനെ ഒരു മാനുഫാക്ചറിങ് ഹബ് ആക്കാനുള്ള സ്വപ്നം കാണാൻ. അതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. ആ സ്റ്റെപ്പ് ചെയ്യാതെ ഈ പറയുന്ന ഒരു പ്രസംഗങ്ങളിലോ അല്ലെങ്കിൽ ഒരു വാഗ്ദാനങ്ങളിലോ ഒരു കാര്യമില്ല എന്നാണ് എന്റെ പേഴ്സണൽ ആയിട്ടുള്ള അഭിപ്രായം. ഞാൻ ഇത്ര വർഷത്തിൻ്റെ ഇതുപോലത്തെ പലരെയും ഫ്രണ്ട്സ് ആയിട്ട് തന്നെ ഉള്ളത് കൊണ്ട് ഞാൻ പറയുവാണ്, നല്ല തലകൾ പലതും വെറുതെ യൂണിവേഴ്സിറ്റികളിൽ ഡിഗ്രി കോളേജുകളിലൊക്കെ പോയി പഠിപ്പിച്ച് പിള്ളേരോട് പറഞ്ഞിരിപ്പുണ്ട്. ഡിഗ്രി കോളേജിൽ ഫിസിക്സോ കെമിസ്ട്രിയോ മാത്സ് ഒക്കെ പഠിപ്പിക്കാൻ വേണ്ടി അങ്ങേയറ്റത്തെ നല്ല സൂപ്പർ തലകൾ, ഐൻസ്റ്റീന്റെ ആവശ്യമൊന്നുമില്ല. അപ്പം ആ ഒരു നമ്മുടെ ഒരു ശാസ്ത്രജ്ഞന്മാരെയോ അല്ല നല്ല രീതിയിലുള്ള തലയുള്ളവരെയോ ഉപയോഗിക്കാനുള്ള ശ്രമം നമ്മുടെ രാജ്യം എത്രയും വേഗം നടത്തണം. ഞാനിതിൽ വളരെ, അതായത് ഇത് ഞാൻ പറഞ്ഞതിൽ ചിലപ്പം നിങ്ങൾക്ക് അതിൽ പറയുന്ന രീതി ചിലപ്പോൾ ഇഷ്ടപ്പെട്ടില്ല. കാരണം വെച്ചാൽ നമ്മുടെ അത് എനിക്ക് നേരിട്ട് ഞാൻ പലരെ കണ്ടിട്ടുണ്ട്, പലരുടെ അനുഭവം കണ്ടിട്ടുണ്ട്. അതിലൊരാൾ ഈ അടുത്തിടയ്ക്ക് ഞാൻ പറയില്ല ആത്മഹത്യ ചെയ്യേണ്ട ഒരു അവസ്ഥയിൽ വരെ പോയിട്ടുണ്ട്. അയാളൊക്കെ ഉപയോഗിക്കാൻ നമ്മുടെ രാജ്യത്തിന് പറ്റിയില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെറും നാണക്കേട്. അതിനെക്കുറിച്ച് കൂടുതലൊന്നും എനിക്ക് അതിനെക്കുറിച്ച് പറയാം. പക്ഷെ ആ ഒരു മേഖല ഇന്ത്യ ഗവൺമെന്റ് ശ്രദ്ധിക്കണം. എത്രയും വേഗം അതിന് എന്തെങ്കിലും ചെയ്യണം. ഞാൻ പലരോടും പറഞ്ഞു നോക്കി, എല്ലാവരും കേൾക്കുന്നുണ്ട്. ഈ പറയുന്ന പലരും ഈ പറയുന്ന പല നേതാക്കന്മാർക്കും പല ഓഫീസുകളിലോട്ടും കത്തുകളും മെയിലുകളും പ്രൊജക്ടുകളും എല്ലാം അയച്ചിട്ടുണ്ട്. അതിനു മുകളിൽ ആരൊക്കെ അടയിരിക്കുന്നുണ്ടോ എന്ന് അറിയത്തില്ല. ഒരു പുല്ലും നടന്നിട്ട്. താങ്ക് യു സോ മച്ച് സിജോ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.